لعل الله اطلع على أهل بدر فقال اعملوا ما شئتم فإني غفرت لكم. ബദരീങ്ങളല്ലയോ, ബദരീങ്ങൾക്ക് അല്ലാഹു അവരോട് പറഞ്ഞിരിക്കുകയാണ്, ഇഅ്മലൂ മാ ശിഅ്തും, you can do whatever you want. നിങ്ങൾ എൻ്റെ ഹബീബിന് വേണ്ടി ബദറിൽ ഇറങ്ങിയവരല്ലേ, ഇനി എന്തായാലും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ സ്വഹാബികൾ ആരും തെറ്റിലേക്ക് പോവില്ല. അല്ലാഹു ബദരീങ്ങളോട് പറഞ്ഞതാണത്, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം. ഫഇന്നീ ഗഫറതു ലക്കും, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് ബദരീങ്ങളോട് അല്ലാഹു പറഞ്ഞിരിക്കുന്നു ഉമറേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയാൻ കാരണം റളിയല്ലാഹു അൻഹും, അല്ലാഹു തൃപ്തിപ്പെട്ട ആളുകളാണവർ. അവരുടെ സല്ലാത്തുകൾക്ക് അല്ലാഹു മാപ്പ് കൊടുത്തിരിക്കും. അതുകൊണ്ടാണ് സ്വഹാബികൾക്കിടയിലുണ്ടായ, അവർ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അലിയാർ തങ്ങൾ തമ്മിൽ, അലിയാർ തങ്ങളും മുആവിയ തങ്ങളും തമ്മിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായ പരസ്പര തെറ്റിദ്ധാരണകൾ ഉണ്ടായതിന്റെ പേരിൽ അവർക്ക് വാളെടുക്കേണ്ടി വന്ന ചരിത്രങ്ങളിൽ പോലും ഒരു സ്വഹാബിയെയും കുറ്റപ്പെടുത്താൻ നമുക്ക് പാടുള്ളതല്ല. കാരണം അവർ മുഴുവനും ഹബീബിന്റെ സ്വഹാബിമാരാണ്. ഇദാ ദുകിറ അസ്ഹാബി ഫഅംസികൂ, എന്റെ സ്വഹാബിമാരെ കുറിച്ച് വല്ലതും പറയപ്പെടുമ്പോൾ എന്റെ കൂടെ ഒരു സെക്കൻഡെങ്കിലും മുഅ്മിനായി സഹവസിച്ച മുഴുവൻ ആളുകളും സ്വഹാബിമാരാണ്. മൻ സ്വഹിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ വലൗ ലഹ്ളതൻ, അങ്ങനത്തെ ഒരാളെ കുറിച്ച് മോശമായി ആരെങ്കിലും പറയുകയോ എഴുതുകയോ പറയുകയോ ചെയ്താൽ ഫഅംസികൂ, നിങ്ങൾ നാവടക്കി നിർത്തണം. എന്റെ സ്വഹാബിയെ തൊട്ടുപോകരുത്, പറഞ്ഞു പോകരുത്, അവരെന്റെ അസ്ഹാബാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ തെറ്റുപറ്റിയവർക്ക് ഇജ്തിഹാദിന്റെ കൂലിയുണ്ട്, അവരിൽ ശരി കിട്ടിയവർക്ക് 2 കൂലിയുണ്ട്, ഇജ്തിഹാദിന്റെയും സവാബിന്റെയും കൂലിയുണ്ട് എന്നല്ലാതെ അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് പാടുള്ളതല്ല. അത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ആർക്കാണ് അറിയാതിരുന്നത്? അമ്മാറേ തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ, അമ്മാറേ നിങ്ങൾ കൊല ചെയ്യപ്പെടുന്നത് പിഴച്ച ഒരു കൂട്ടരുടെ കരങ്ങളാലാണെന്ന ഹദീസ് സ്വഹാബിമാർക്ക് അറിവുണ്ടായിരുന്നിട്ട് കൂടെ അവരാരും അത് പറയാനോ അത് വെച്ച് അവഹേളിക്കാനോ കുറ്റപ്പെടുത്താനോ മുആവിയ തങ്ങളുടെ സംഘത്തോട് ആരും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട്? തവഖിയൻ വഹദറൻ, പേടിച്ചുകൊണ്ട്, ഭയപ്പെട്ടതിന്റെ പേരിൽ സ്വഹാബിമാരെ തൊടാൻ പാടില്ല. ഈ ഉമ്മത്ത് അല്ലാഹു ആദരിച്ചവരാണെന്ന് റബ്ബ് തആല അവന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ച ഒരു വിഭാഗത്തെ തൊടാൻ പാടില്ല. അതുകൊണ്ട് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതീവ ഗൗരവത്തോടെ ബഹുമാനത്തോടെ മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കർബലയുടെ ചരിത്രം നിങ്ങൾ പറയണ്ട, സഫീൻ യുദ്ധം നിങ്ങൾ ചർച്ച ചെയ്യണ്ട, ജമൽ യുദ്ധം നിങ്ങൾ തൊടണ്ട. അത്തരം വിഷയങ്ങൾ തൊട്ടുപോയാൽ പൊള്ളുന്നതാണ്. അത് കൃത്യമായി വിവരിക്കാൻ ഒരു ശറഇന്റെ രീതിയുണ്ട്. മഹാന്മാർ വിവരിച്ച ഒരു സുലൂക്കുണ്ട്, അതിനൊരു മാതൃകയുണ്ട്. ആ സ്വഭാവത്തിലൂടെയല്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വഹാബിയെ പോലും കുറ്റപ്പെടുത്തുന്നത് കണ്ടാൽ അവരിൽ നിഫാഖിന്റെ സ്വഭാവമുണ്ട്, കപടവിശ്വാസമാണത്. അവര് നിഫാഖൻ ബയ്യിനൻ, വ്യക്തമായ നിഫാഖാണ് അവർ കാണിക്കുന്നതെന്ന് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി, മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ, മഹാന്മാരുടെ ഫത്വകളാണ് ഇതൊക്കെ. ഒരു സ്വഹാബിയെ മോശമായി പറഞ്ഞാൽ അവരിൽ നിഫാഖുണ്ട്, കപടവിശ്വാസമുണ്ട് എന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? റളിയല്ലാഹു അൻഹും വറദൂ അൻ, ഈ ഉമ്മത്തെ മാതൃക കണ്ട് ജീവിക്കുന്നവരാണ്, മാതൃക കണ്ട് ജീവിക്കുന്നവരാണ്. അഷ്റഫുൽ ഖൽഖിന്റെ യുഗം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലണേ, ഇടയ്ക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിബിതങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുക. പറയാതിരുന്നാൽ നമ്മൾ ഏറ്റവും വലിയ പിഷ്കന്മാരാണെന്ന്. നമ്മളെ പറ്റി പിഷ്കൻ എന്ന് പറയപ്പെടുന്നത് ഇഷ്ടമല്ലല്ലോ. പിഷ്കൻ മലയാളങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാനൊരു ഒഴുക്കിനിങ്ങനെ പറയുന്നുണ്ട്, ഓക്കെ അല്ലേ? കഞ്ചൂസ് എന്ന് പറയും, ബഖീൽ എന്ന് പറയും,
സ്റ്റിഞ്ചി അത് നമ്മളെ പറ്റി പറയാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടില്ല. ആള് പിശുക്കനാന്ന് പറഞ്ഞാൽ അതൊരു മദ്ഹല്ല, ദമ്മാണ്, മോശപ്പെടുത്തി പറയുന്ന വാക്കാ. പുണ്യനബി തങ്ങളുടെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാതിരുന്നാൽ അള്ളാഹിന്റെ മലക്കുകൾ പറയും ബഖീൽ, പിശുക്കൻ പിശുക്കൻ പിശുക്കൻ. അങ്ങനെ ഈ സദസ്സിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ മിനിമം ഒരു 100-200 വട്ടെങ്കിലും നമ്മൾ റസൂലുള്ളാഹി നിങ്ങളുടെ പേര് പറയും സ്വല്ലല്ലാഹു. ചിലപ്പോൾ അതിലേറെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അത്രയും തവണ നമ്മളെ പറ്റി ബഖീൽ എഴുതി വെക്കപ്പെടുന്ന മോശമല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുക, ഓരോരുത്തരങ്ങ് ചൊല്ലത് ഉറക്കെ ചൊല്ലണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ മെല്ലെങ്കിലും ചൊല്ലണം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ കേട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലം. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളെ അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് അല്ലാഹുവിനെയും ഇഷ്ടമാണ്, അല്ലാഹുവിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് രോഗം വന്നാലും പരീക്ഷണങ്ങൾ വന്നാലും വേദനകൾ വന്നാലും വിഷമങ്ങൾ വന്നാലും ഒരിക്കലും അവർ അല്ലാഹുവിനെ പഴിചാരുകയില്ല, അല്ലാഹുവിനെ കംപ്ലൈന്റ് ചെയ്യുകയില്ല, റബ്ബിനെ കുറിച്ച് ആരോടും ശിക്കായത്ത് പറയില്ല. അത് ഇഷ്ടപ്പെട്ടവന്റെ ഒരു സ്വഭാവമാണ്. നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ട പിന്നെ കംപ്ലൈന്റ് പറയില്ല, ഇല്ലെങ്കിൽ തൊട്ടതും പിടിച്ചതൊക്കെ കംപ്ലൈന്റ് ആയിരിക്കും അല്ലേ? അള്ളാഹുവിനെ അവർക്ക് ഇഷ്ടമാണ്, അവർക്ക് റബ്ബിനെയും ഇഷ്ടമാണ്. റളിയല്ലാഹു അൻഹും, ആദ്യം പറഞ്ഞത് അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. വറളൂ അൻഹു, അള്ളാഹുവിനെ അവരും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അതിലപ്പുറം എന്താണ് വേണ്ടത്? ഹബീബിന്റെ സ്വഹാബിമാരുടെ പേര് കേൾക്കുമ്പോൾ അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹു ആണുങ്ങൾക്ക്, റളിയല്ലാഹു അൻഹ പെണ്ണുങ്ങൾക്ക് നമ്മൾ ചൊല്ലുന്നത്. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ. താഴ്വാരങ്ങളിലൂടെ മനോഹരങ്ങളായ സ്വർഗീയ നദികൾ ഒഴുകുന്ന സ്വർഗത്തിന്റെ ആരാമങ്ങൾ ഈ സ്വഹാബികളെ കാത്തിരിക്കുകയാണ്. സ്വർഗത്തിന്റെ നദികൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു നദിയെയും സ്വർഗത്തിന്റെ നദി പോലെയാണെന്ന് പറയാൻ പാടില്ലെന്നാണ്. കാരണം ഇസ്മ മാത്രമേ ഉള്ളൂ, മുസമ്മ. നദി പേര് കേൾക്കുമ്പോ ആ നദി തന്നെ എവിടെയും പറയാം, പക്ഷേ സാധനം രണ്ടും രണ്ടാണ്. ദുനിയാവിന്റെ നദി പോലെയല്ല ആഖിറത്തിൻ്റെത്. ഒരു കണ്ണും കാണാത്തത്. നദികളൊക്കെ നമ്മൾ കണ്ടതല്ലേ ദുനിയാവിലെ നദികൾ. സ്വർഗത്തിലേത് ഒരു കണ്ണും കാണാത്ത നദിയാണത്. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതുകൊണ്ടും ഒരാളും അതിനെ കുറിച്ച് കേട്ടിട്ടില്ല. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും അതിനെപ്പറ്റി ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്തതാണ് സ്വർഗലോകമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർക്ക് താഴ്വാരങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ അല്ലാഹു ഒരുക്കി എന്ന് പറയുമ്പോ ആ നദികൾ നമ്മൾ വിചാരിക്കുന്ന നദികളല്ല. ഖാലിദീന ഫീഹാ അബദാ, ഇനി ഒരു മരണത്തെ പേടിക്കേണ്ടതില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകം. തലക്കുമീതെ ബോംബ് വന്ന് വീഴുമോ എന്നവർക്ക് ഇനി പേടിക്കേണ്ടതില്ല. മിസൈൽ വരുമോ എന്ന് പേടിക്കേണ്ടതില്ല. ആൾക്കൂട്ട അക്രമമുണ്ടാകുമോ എന്ന് പേടിക്കേണ്ടതില്ല. കൂട്ട നരഹത്യയുണ്ടാകുമോ, ജനസൈഡ് ഉണ്ടാകുമോ, പേടിക്കേണ്ടതില്ല. ഖാലിദീന ഫീഹാ അബദാ, they will be there eternally. മരണമില്ലാത്ത ജീവിതം അല്ലാഹു നൽകുന്ന സ്വർഗലോകം, അത് സ്വർഗവാസികളാണെന്ന് സ്വഹാബത്തിനെ കുറിച്ച് അല്ലാഹു പ്രഖ്യാപിച്ച വാക്കുകളാണിത്. അവര് സ്വർഗത്തിലാണ്. പിന്നെ അവരെ പറ്റി എന്തിന് അവരെ പറ്റി എന്തിന്? മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ, അലിയാർ തങ്ങളും മുആവിയ തങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായില്ലേ, എന്താ നിങ്ങളുടെ അഭിപ്രായം? മഹാൻ ചോദിച്ചു, നമ്മുടെ കാലത്തല്ലല്ലോ ഇത് സംഭവിച്ചത്. നമ്മുടെ വാളുകൾ അവിടെ ഉപയോഗിക്കേണ്ടി വന്നില്ലല്ലോ. നമ്മുടെ വാളുകളിൽ അവരുടെ ചോരപ്പാട് പുരളേണ്ട അവസ്ഥ ഉണ്ടായില്ലല്ലോ. എന്നാൽ നമ്മുടെ നാക്കെങ്കിലും നമുക്ക് സൂക്ഷിച്ചുകൂടെ എന്ന് പറഞ്ഞ് ആ വിഷയം ചർച്ച ചെയ്യാൻ വിട്ടില്ല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹംബലി മദ്ഹബിന്റെ ഇമാമാണത്. നമ്മുടെ വാളുകൾ അതിനുപയോഗിക്കേണ്ടി വന്നിട്ടില്ലല്ലോ, നമ്മുടെ നാക്കെങ്കിലും നമുക്ക് സൂക്ഷിച്ചുകൂടെ, നമ്മുടെ നാക്കെങ്കിലും സൂക്ഷിച്ചുകൂടെ? അവിടെ അവസാനിച്ചു. അത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്.
സയ്യിദന്മാർ, നേതാക്കന്മാർ, ആലിമീങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് നൂറുകണക്കിന് ക്യാമറ വെച്ച് നോക്കിയിട്ട് കുറ്റമുണ്ടോ കുറവുണ്ടോ, വാക്ക് എന്താ പറഞ്ഞത്, സെന്റൻസ് എങ്ങനെ അവസാനിപ്പിച്ചത്, തുടങ്ങിയതെന്താ, ആദ്യം പറഞ്ഞതെന്താ, 4 കൊല്ലം മുമ്പ് പറഞ്ഞതെന്താ, 10 കൊല്ലം മുമ്പ് പറഞ്ഞതെന്താ, ഇന്നലെ പറഞ്ഞതെന്താ, ഇതൊക്കെ കൂട്ടിയോജിപ്പിച്ച് ക്ലിപ്പുണ്ടാക്കി വിട്ടിട്ട് ഈ ഉമ്മത്തിൽ ഫിത്നകൾ ഉണ്ടാകുമ്പോൾ ആലോചിക്കണമേ. ചില വിഷയങ്ങളിൽ ശറഅ് തീരുമാനിക്കുന്നത് നിങ്ങൾ മൗനമായി നിൽക്കുന്നതായിരിക്കും ഒരു ഫിത്നയെ ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കുന്നത്. ചില വിഷയങ്ങൾക്ക് പരിഹാരം മൗനമാണ്. അത് പറയേണ്ടവർ ഇടപെടേണ്ടവർ ഇടപെടും, അല്ലാത്തവർ അതിൽ ഇടപെടരുത്. അത് തന്നെയാണ് കണ്ടവരും കേട്ടവരും തോന്നിയതും ഊഹിക്കുന്നതും എല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ച് ക്ലിപ്പുകളും വീഡിയോസും ഉണ്ടാക്കി ഉമ്മത്തിൽ ഫിത്നകൾ ഉണ്ടാകുന്ന ഒരു അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വലിയ ദുരന്തമാണ്, നിർത്തിയേ പറ്റൂ. അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ. وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ളുഹർ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് ഒരാട്ടിടയൻ ഓടി വരുന്നു. നിങ്ങൾ എന്താ ഇപ്പൊ ചെയ്തത് എന്ന് ചോദിച്ചു. നിങ്ങൾ എന്താ ഇപ്പൊ ചെയ്തത്? ഞങ്ങൾ നിസ്കരിച്ചതാണ്. അപ്പോ ബിംബങ്ങളോ ഇമേജുകളോ സ്റ്റാച്യൂസോ ഒന്നും മുമ്പിലില്ലല്ലോ. അതെന്താ? ഞങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹു, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു കണ്ണുകൾക്ക് ഗോചരീഭവിക്കാത്തവനാണ്. ആ റബ്ബിനെയാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. ആ അറാബി ചോദിച്ചു, എനിക്ക് അല്ലാഹുവിനെ പറ്റി നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? വിഷയങ്ങളിൽ ഏറ്റവും മധുരമുള്ള വിഷയം അല്ലാഹുവിന്റെ വിഷയമാണ്. ലോകത്ത് നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും വലിയ ചർച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള ചർച്ചയല്ലേ? അതല്ലേ നമ്മുടെ എക്സിസ്റ്റൻസിന്റെ ആണിക്കല്ലേ അല്ലേ? നമ്മൾ ബിസിനസ്സും സ്റ്റോക്ക് മാർക്കറ്റും അതും ഇതൊക്കെ ചർച്ച ചെയ്തു എന്ന് വിചാരിക്കുക. വേൾഡ് ഫൈനാൻസിനെ കുറിച്ച് ചർച്ച ചെയ്തു, വെപ്പൺസിനെ കുറിച്ച് ചർച്ച ചെയ്തു, ഡിഫൻസിനെ കുറിച്ച് ചർച്ച ചെയ്തു, വേൾഡ് വാറിനെ കുറിച്ച് ചർച്ച, എന്തോ ആകട്ടെ. വിഷയങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള വിഷയം ഈ പ്രപഞ്ചത്തിന്റെ ഓരോ കണികയെയും മണൽത്തരിയെയും പടച്ച ഖാലിഖായ, ക്രിയേറ്ററായ അല്ലാഹു ഉണ്ട് എന്ന മനുഷ്യന്റെ ചർച്ചയാണ്. ഇത് പഠിപ്പിക്കാൻ വന്ന നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.